യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ആൻ്റണി, എൻ്റെ ഭാര്യയുടെ പേര് അനിത ആൻ്റണി. ഞങ്ങൾക്ക് മാതാവ് തന്ന കുഞ്ഞിൻ്റെ പേര് ആലിയ ആൻ്റണി. ഞങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായി വിവാഹ ജീവിതം കഴിഞ്ഞ് മക്കളില്ലാതെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ദമ്പതിമാർ നമ്മുടെ സമൂഹത്തുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ വായിരുന്ന് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കാണ് പ്രശ്നം, എൻ്റെ ഭാര്യയ്ക്കാണ് പ്രശ്നം, എന്താണ് മക്കളില്ലാത്ത എന്തൊക്കെയോ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കേൾക്കാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ഞാൻ കേരളത്തിൽ നിന്നും എൻ്റെ ഭാര്യ തമിഴ്നാട്ടിൽ നിന്നുമാണ്. ഞങ്ങൾ അങ്ങനെയാണ് വിവാഹ ജീവിതത്തിലൂടെ കടന്നു വന്നത്. തുടക്ക ജീവിതത്തിൽ തന്നെ അമ്മയില്ല എനിക്ക്. അമ്മായിച്ചൻ പോരായിരുന്നു ഇവൾ ഒരുപാട് അനുഭവിച്ചിരുന്നത്. മെയിനായിട്ട് മക്കളില്ല. 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 1 വർഷമായി. പിന്നെ കുത്തുവാക്കുകളായി. എന്തിനാണ് ഉപേക്ഷിച്ചൂടെ, മക്കളുണ്ടായില്ലെങ്കിൽ പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ചൂടെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്കുകളായി. അപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു, ദുബായിലായിരുന്നു ജോലി. ഞാനത് ഉപേക്ഷിച്ചു, നാട്ടിൽ വന്നു. കുറേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. കുറേ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി നടന്നു. സാമ്പത്തികം കുറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വന്ധ്യതാ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് വിക്ടോറിയ ഹോസ്പിറ്റലിനുള്ളിൽ അതിൽ ട്രീറ്റ്മെൻറ്റ് 2019 മുതൽ ഞങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഞാൻ നാട്ടിൽ തന്നെയായി. ഞങ്ങളുടെ ഇടവകയാണ് കൊല്ലം കൈകെട്ടി ഈശോ. അങ്ങനെ അവിടെ പോയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങളെ ട്രീറ്റ്മെൻറ്റ് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ ഗാനമുരളി എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. അതേ ഒരു ഹൈന്ദവനാണ്. എൻ്റെ ഇടവകയാണ് കൊല്ലം കൈകെട്ടി ഈശോ ദേവാലയം. എല്ലാ വെള്ളിയാഴ്ചയും ഈ ഡോക്ടറും ഭാര്യയും അവിടെ മുട്ടുപ്പാൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ എപ്പോഴും കാണാറിടയുണ്ടായി. അപ്പോൾ എന്നിലും വലിയൊരു വിശ്വാസമാണ് ഹൈന്ദവനായ ഡോക്ടറിന് ആ ദേവാലയത്തിലോടും ആ വിശുദ്ധിയോടും. അങ്ങനെ ഞങ്ങളെ 2019 പോലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുമുണ്ട്. ഞങ്ങൾ ഒരുപാട് ഡോക്ടറിന് നല്ലപോലെ പരിചയമുണ്ട്. ഡോക്ടർ എപ്പോഴും പറയും പ്രാർത്ഥനയാണ് വലുത്, പിന്നെയുള്ള ട്രീറ്റ്മെൻറ്റ്. എന്നിട്ടും എനിക്ക് ശക്തമായ ഒരു പ്രാർത്ഥന ഇല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ എപ്പോഴും സയൻസല്ലേ, സയൻസാണ് വലുത്, സയൻസ് തരും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തോട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2023 ആയപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും ചെക്കപ്പിന് പോവും. ഇതിനിടയ്ക്ക് കൃപാസനത്തെക്കുറിച്ച് പലരും എന്നോട് പറയും. എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, 2 എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളും. അവർ സ്ഥിരമായിട്ട് ഇവിടെ വരും. അവർ ഭയങ്കര ഭക്തിയാണ്. എന്നോട് എപ്പോഴും പറയും കൃപാസനത്തിൽ പോന്നി, കൃപാസനത്തിലെ പത്രങ്ങൾ കൊണ്ടുവന്ന് അവരെനിക്ക് തരും. അതൊക്കെ വായിക്കുമ്പോൾ എനിക്കെന്തോ ഒരു തമാശയായിട്ടാണ് തോന്നിയത്. കാരണം ദൈവത്തിന് എന്തുവാണ് ഇതിൻ്റെ അകത്തൊക്കെ ഇടപെടാനുള്ള കാര്യങ്ങളെന്ന് ഞാൻ ഒരുപാട് എൻ്റെ ഈ നാക്കുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഒരുപാട് തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്കൊന്ന് പോകാം. എന്നാലും എൻ്റെ ഒരു വിശ്വാസ കുറവ് കൊണ്ട് ഞങ്ങൾ വരാതിരുന്നു. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ എപ്പോഴും എന്നെ അതിനോട് തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നീ ജസ്റ്റ് ഒന്ന് പോയി, അല്ലെങ്കിൽ ആ വാതിലിൽ പോയി നിന്നിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഞാനത് കേൾക്കൊള്ളാതെ ഞാൻ മുന്നോട്ട് പോയി ട്രീറ്റ്മെൻറ്റുമായിട്ട് പോയി. ഒരു ദിവസം എല്ലാ മാസവും ചെക്കപ്പിന് പോവും. അപ്പോൾ ഓരോ മരുന്നുകൾ കഴിക്കും. നമ്മൾ ട്രൈ ചെയ്യും ഡോക്ടർ പ്രഗ്നൻ്റ് ആവുമോ എന്നുള്ളത്. ഒരു വ്യാഴാഴ്ച ദിവസം ട്രീറ്റ്മെൻറ്റിന് ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയി, വിക്ടോറിയ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് എടുത്തു. പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ അതിൻ്റെ അകത്ത് തന്നെ എടുത്തു. ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഗാനമുരളി ഡോക്ടർ തന്നെ പറഞ്ഞു ഇന്ന് നമുക്കൊന്നും ആയിട്ടില്ല, വിഷമിക്കേണ്ട, ഈ മാസം ഇങ്ങനെ പോയിക്കോട്ടെ, അടുത്ത മാസം നമുക്ക് ടെസ്റ്റ് ട്യൂബ് ശിശു പോലെ ഇഞ്ചെക്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനോട് താല്പര്യമില്ല ഡോക്ടറെ, എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി എനിക്ക് ദൈവം ഉദരബലം തന്നാൽ മതി, അല്ല മറ്റൊരു ശിശു എനിക്ക് വേണ്ട എന്നുള്ള ഒരു ദൃഢബോധത്തോടെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അടുത്ത മാസം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഇറങ്ങി വീട്ടിൽ വന്നു. ഇവിടെ ചേച്ചി ഇവിടെ ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് വ്യാഴാഴ്ച ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നിരാശയായിട്ട് വീട്ടിലോട്ട് വന്ന് ഇനി 1 മാസം കാത്തിരിക്കണമല്ലോ, വീണ്ടും 1 മാസം പോയല്ലോ എന്നുള്ളൊരു വിഷമത്തോട് ഇരിക്കുന്നു. ജീവിതം മുന്നോട്ട് പോകുന്നില്ല, വഴിമുട്ടി നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ ഭാര്യ അനിത പറയുന്നു ചേട്ടാ നമുക്ക് സാമ്പത്തികമായി ഇല്ല, ഓക്കെ ചേട്ടാ ഒരു ദിവസം ഏതെങ്കിലും പണിയോ ഒന്നും പോവാതെ നമുക്ക് വ്യാഴാഴ്ച ഇത് അറിയുന്നു, വെള്ളിയാഴ്ച സംസാരിക്കുന്നു, ശനിയാഴ്ച നമുക്ക് കൃപാസനത്തിൽ പോവാം, അകത്ത് കയറിയിരുന്ന് സമയം കളയണ്ട. അവൾ പറഞ്ഞതാണ് സമയം കളയാൻ ചേട്ടൻ താല്പര്യപ്പെടണ്ട, നമുക്ക് ബസ് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്ന എല്ലാവരും. ബസ് ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാം, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഇത്രയും ആൾക്കാർ നമ്മളോട് പറയുന്നത് നമ്മുടെ വിശ്വാസം, നമ്മൾ ക്രൈസ്തവനാണ്, നമുക്ക് നമ്മുടേതായിട്ടൊരു വിശ്വാസത്തിൽ മുറുകെ പിടിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയും ശരിയെങ്കിൽ ശനിയാഴ്ച ദിവസം നമുക്കിവിടെ വരാം. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ടെസ്റ്റ് എടുക്കുന്നു. ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗാനമുരളി ഡോക്ടറാണ് ടെസ്റ്റ് എടുത്തത്. അവിടുന്ന് റിസൾട്ട് കണ്ട് നെഗറ്റീവാണ്.
അങ്ങനെ വൈഫ് പോയി ഒരു പ്രഗ്നൻസി ടെസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി. ഇനി യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതുവരെ യാത്ര ചെയ്യലൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അടുത്ത്. അപ്പോൾ നമുക്ക് ബസ്സിൽ പോകണ്ടേൽ എനിക്ക് ഒന്നുകൂടി ടെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച പോകുന്നു. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാനറിയാതെ തന്നെ ഇവിടെ ടെസ്റ്റ് മേടിച്ചുകൊണ്ട് പോയി ടെസ്റ്റ് ചെയ്തു. 2 റെഡ് ലൈൻ, ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് 2 റെഡ് ലൈൻ ഇവിടെ കാണുന്നു. എന്നെ വിളിക്കുന്നു, ഇതാണൊക്കെ സംഭവിച്ചത്, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറിനോട് നല്ല അടുത്ത ഒരു പരിചയമുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചു, ഡോക്ടറിൻ്റെ നമ്പറിൽ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല നമ്മൾ ടെസ്റ്റ് ചെയ്തതാണല്ലോ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, എങ്കിൽ കാര്യം ചെയ്യൂ. ഞങ്ങളിതാണ് കാര്യം പറഞ്ഞു, ഞങ്ങൾക്കൊരു പള്ളിയിൽ പോകണം, അപ്പോൾ പോകാൻ വരട്ടെ, ശനിയാഴ്ച നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാ, നമുക്കൊന്നുകൂടി നോക്കാം എന്താ സംഭവിച്ചതെന്ന്. അവിടെ ഈ ടെസ്റ്റ് കൊണ്ട് കൊടുക്കുന്നു, വീണ്ടും അതേ കണക്ക് തന്നെ ടെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഡോക്ടർ ഒരു അതിശയോക്തിയോടെ പറഞ്ഞു, സത്യത്തിൽ ഇത് എനിക്കും അറിഞ്ഞൂടാ, ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സത്യം ഞങ്ങൾക്കും അറിഞ്ഞൂടാ. ഈ നിമിഷം എൻ്റെ കുഞ്ഞിന് 5 മാസമായി, ഞങ്ങൾക്ക് ഇപ്പോഴും അതിശയമാണ് എന്താണ് സംഭവിച്ചത് ജീവിതത്തിൽ. ഈ കൃപാസനത്തിൻ്റെ വാതിലിൽ വന്ന് നിന്നിട്ട് പോകണം എന്ന് മാത്രമേ ആശ്രയിച്ചുള്ളൂ, അന്ന് ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് മുതൽ എൻ്റെ ഭാര്യ അതിനുശേഷം ഞാനിവിടെ വന്നില്ല. മൂന്നാം മാസമായപ്പോഴത്തേക്ക് ജൂൺ 12-ാം തീയതി ഭയങ്കര പ്രഗ്നൻ്റായിരിക്കുന്നത് 3 മാസമായി, ഭയങ്കര ചുമയും പനിയും. അപ്പോൾ എൻ്റെ ഇടവകയായ അവിടെ ഞങ്ങളുടെ സെൻറ്റ് ആൻറ്റണീസിൻ്റെ കുരിശടിയുണ്ട്, പട്ടാള കുരിശടി എന്ന് പറയുന്നത്, അല്ല അറിയായിരിക്കും കൊല്ലത്തുള്ളവർക്ക്. അപ്പോൾ തൊട്ടടുത്താണ് എൻ്റെ ഭവനം. അപ്പോൾ അവിടുത്തെ പെരുന്നാളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞ് നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുന്ന് കിട്ടിയ കാശ് രൂപമുണ്ട്, ഈ കാശ് രൂപം കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മടുത്തു, 3 മാസമായി ഇനി കുഞ്ഞിനെ കിട്ടത്തില്ല, ഇത്രയും പനിയും ചുമയും, ഇങ്ങനെ കിട്ടിയ കുഞ്ഞിനെ ഇല്ലാതാവൂ, ഈ കാശ് രൂപവും ഞാൻ കൊണ്ട് കൊടുക്കുന്നു. ഇതെല്ലാം ഒരു വിശ്വാസമായിട്ടോ ഞാൻ ഒരു അതിശയോക്തിയോടെ പറയുന്നതല്ല, ഇത് മനുഷ്യൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഞാൻ കൊണ്ട് കാശ് രൂപം കൊടുക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ അവളുടെ നല്ല പൂർണ്ണമായിട്ട് അവൾ ആ ചുമയിൽ നിന്നും പനിയിൽ നിന്നും യുക്തമായി. കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, അവരുടെ ഗർഭത്തിനും ഒരു കുഴപ്പമില്ല. അവൾ വീട്ടിൽ വന്നു. 8-ാം മാസം തികയുമ്പോൾ ഞാൻ ആ ജോലിയിലാണ് ഞാൻ വലഞ്ഞു നിന്ന് ദുബായിൽ നിന്നാണ് ഞാൻ നാട്ടിലോട്ട് വന്നു. അവിടത്തേക്ക് ഞാൻ തിരിച്ചു പോകാനിടയാവുന്നു. കുഞ്ഞിന് 6 മാസമായി. ഇപ്പം ഞാൻ അവിടുന്ന് ഈ 6 മാസത്തിൽ 10 ദിവസത്തെ ലീവിന് വന്നു. ഞങ്ങളെ കുരിശടിയിലെ പെരുന്നാളും കണ്ടു. കുഞ്ഞിനെയും കൊണ്ട് മാമോദീസ ആയിട്ടില്ല, അമ്മയുടെ മുന്നിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. ഈ സാക്ഷ്യം ഞാൻ ഇവിടെ വരുന്ന പറയുന്നതിന് മുമ്പ് 200 പേരുടെ അടുത്തെങ്കിലും ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതും 4-5 ഭാഷക്കാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 200 പറയാൻ ആൾക്കാരെ ഞാൻ എല്ലാ ഹൈന്ദവരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വരാനും എൻ്റെ കുഞ്ഞിനെ കാണാനും ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ അമ്മയുടെ സാക്ഷ്യം പറയാനും അനുവദിച്ച അമ്മയ്ക്ക് 1000 നന്ദി. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ മക്കളില്ല അതൊക്കെ വലയുന്ന ഒരുപാട് പേരുടെ മുന്നിൽ ഇത് എത്തിക്കുക, പ്രാർത്ഥിക്കുക. നമ്മളെ കൈവിടത്തില്ല, നമ്മുടെ അമ്മ നമ്മളെ കൂടുണ്ട്. ഞങ്ങളുടെ ഈ അനുഭവം മറ്റു അനേകാർക്ക് ഞങ്ങൾക്കറിയാം, ഒരുപാട് പേരുണ്ട് മക്കളില്ലാതെ കഷ്ടപ്പെടുന്നതല്ല, മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേൾക്കുന്ന മക്കളില്ലെങ്കിൽ അത്രയ്ക്കേ ഉള്ളൂ. അവർക്ക് 2 പേർക്കും അല്ല പ്രശ്നം. പക്ഷെ മറ്റുള്ളവർ നമ്മളെ തള്ളി പറയുന്നത് നമ്മളൊന്നുമല്ല, നമുക്കെന്തോ മാരകമായ രോഗമാണ്, മറ്റതാണ്, അങ്ങനെയാണെന്ന് ആണിനെക്കാട്ടി കൂടുതൽ അനുഭവിക്കുന്ന പെണ്ണുങ്ങളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അമ്മ ഒരു നിമിഷ നേരം കൊണ്ട് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച് ഇപ്പോൾ ഈ നിലയിൽ ഇതാ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നു. പക്ഷെ 1000 നന്ദിയുണ്ട്. ഈ സാക്ഷ്യം നിങ്ങൾക്കും പറ്റുന്നെങ്കിൽ പരമാവധി ആൾക്കാർക്ക് എത്തിക്കുക. സത്യസന്ധമായി ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നു, ഇത് എനിക്ക് കിട്ടിയ സ്വർഗവും എൻ്റെ അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞ്. 1000 നന്ദി. എൻ്റെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ വല്ലപ്പോഴുമായിരുന്നു നാട്ടിൽ നിൽക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോകുന്നു. കുഞ്ഞുനാളുകളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വളർച്ചയുടെ ഭാഗമായിട്ട് പലയിടത്തും നമുക്ക് ദുശീലങ്ങളുണ്ടായി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് പിന്നെ കൂട്ടുകെട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ അതിനുശേഷം കഴിഞ്ഞ വർഷം 11-ാം മാസം 20-ാം തീയതി ഇവിടെ ഞാൻ വരികയും ചെയ്തു. ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ദുബായിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാ ദിവസങ്ങളിലും എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അടുത്തൂടെ ഞാൻ എപ്പോഴും അവിടെയാണ്. അപ്പോൾ അവിടെ കയറുകയും മറ്റുള്ളവരോട് എനിക്ക് പറ്റുന്ന ഈ അനുഗ്രഹങ്ങൾ ഞാൻ പങ്കുവെക്കുകയും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് മുറുകെ പിടിക്കാനും എൻ്റെ വിശ്വാസം കുറച്ചും കൂടി ദൃഢമായി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കിപ്പം പള്ളിയിൽ പോകാനും എല്ലാത്തിനും എനിക്ക് സ്വന്തമായ ഒരു ഉന്മേഷവും ഒരു ഉണർവുമാണ് ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിപ്പം അവർ കടന്നുപോയ സാഹചര്യങ്ങൾ ഒരു 5-10 മിനിറ്റിലേക്കാണ് സാക്ഷ്യമായിട്ട് ചുരുക്കുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞു. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു പക്ഷേ ഇപ്പം അച്ഛൻ ആരാധന എപ്പോഴും ഓർമ്മപ്പെടുത്തും. എല്ലാവരും പറഞ്ഞാലും മാതാവ് ആഗ്രഹിക്കാതെ ആരും ഇവിടെ വരത്തില്ല. വരുന്നവരാരും വെറും കൈയോടെ തിരികെ പോത്തിരുന്നത് അച്ഛന് ആരാധന എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുള്ളത്. കാരണം
ഇവിടെ പ്രവേശിക്കും. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ 1 മിനിറ്റെങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുടെ തുടക്കഭാഗം കേൾക്കുമ്പം ഇതൊരു ദൈവവിളിയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാട് പേര് പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം ഇവിടെ വരാനായിട്ട് ചിന്തിച്ചപ്പോൾ തുടർന്ന് ഉണ്ടായ അനുഭവമാണ് ഇന്ന് ഈ അൾത്താര വരെ എന്ന് അവസാനം ചേർക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പം ഓരോ വ്യക്തികളും ഇതുപോലെ വ്യക്തിപരമായിട്ട് ഒരു വിശ്വാസിയായ ഒരു ഡോക്ടറും ഇദ്ദേഹത്തിൻ്റെ യാത്രയിൽ വളരെ ശക്തമായിട്ട് കൂടെയുണ്ട്. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലല്ലോ. കാരണം ഒരുപക്ഷെ ഇദ്ദേഹം എന്നോട് പറഞ്ഞപ്പോഴും ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോഴും പറഞ്ഞ് ഒരു അക്രൈസ്തവനായ ഒരു ഡോക്ടർ ഈശോയുടെ മുമ്പിൽ മുട്ടൂത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പം വല്ലാത്തൊരു സന്തോഷവും ഒപ്പം നമ്മളോട് തന്നെ ഒരു ഇതും തോന്നിയെന്നൊക്കെ ഉള്ളത് പറയാനുണ്ട്. അപ്പം അത്രയും വിശ്വാസത്തിൽ ഈശോയുടെ മാതാവിനെയും വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് അനുഭവമുള്ളവർ. അപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ ഒരു സാന്നിധ്യം ഈ സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഡോക്ടർ നെഗറ്റീവാണെന്ന് പറയുമ്പം ഇത് ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയം പോസിറ്റീവ് ആവുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പം ഈ ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പം നമ്മൾ കേൾക്കുന്നത് നമ്മളൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ചില സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ചില ഉപമകൾ കർത്താവ് അവസാനിപ്പിക്കുമ്പം കർത്താവ് പറയും, കേൾക്കാൻ ചെവിയോളവൻ കേൾക്കട്ടെ എന്ന്. കാരണം കർത്താവ് ഡയറക്റ്റ് വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടും വിശ്വസിക്കാത്ത ഒരു സമൂഹം കർത്താവിന് ചുറ്റും ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നും അങ്ങനെ ഒരു സമൂഹം ഉണ്ട് എന്നതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു വിളിയാണ്, ഒരു പിതാവിനാൽ ആകർഷിക്കപ്പെടാനല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തില്ല എന്ന് പറയുന്ന യോഹന്നാൻ്റെ 6:44 വചനം. ഇത് ഈ വിളിയിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിലൂടെ വിശ്വാസം വർദ്ധിച്ചു എന്നുള്ളതല്ല, ഇദ്ദേഹത്തിലൂടെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവും മാതാവും ഇനി വരാനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സാക്ഷ്യം. ഇദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് പേരുടെ സാക്ഷ്യം കേട്ടു, അത് കേട്ട് പ്രാർത്ഥിച്ചപ്പം ഒരാളുടെ സാക്ഷ്യം, ഇപ്പം നമ്മുടെയൊക്കെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കറിയാം, ഏറ്റവും ചുരുങ്ങും 50,000 പേരിലേക്ക് ഈ സാക്ഷ്യം എത്തുമ്പം അതിൽ ഒരാളെങ്കിലും ഒരാൾ ഇതിൽ എന്താണ് ഒരു യുക്തിയെന്ന് ചിന്തിച്ചു തുടങ്ങുന്നതായിരിക്കും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരാൻ താല്പര്യം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ക്രമീകരിക്കുന്ന ഈ വഴിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഒരു സാക്ഷ്യം ഒരുപാട് പേർക്ക് ഈശോയിലും മാതാവിലേക്കും കടന്നു വരാനായിട്ടുള്ളൊരു ഉപകരണമാകട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വ്യക്തമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ച ഈ സാക്ഷ്യത്തിന് പ്രതി പ്രത്യേകിച്ച് ദൈവം ദാനമായി നൽകിയ കുഞ്ഞിനെ പ്രതിയും അതിനേക്കാളും അപ്പുറം ഈ കുടുംബത്തിന് ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.